ഈ കൊച്ചിയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്നുള്ളതാണ്. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് വരെ അതേ ചൊല്ലിയുള്ള തർക്കമാണ് എങ്കിൽ സ്ഥാനാർത്ഥി നിർണയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ അടുത്ത പോര് അതേ ചൊല്ലിയാണ്. അതായത് ആര് സ്ഥാനാർത്ഥി എന്നുള്ളത്, ആരൊക്കെ വെട്ടി എന്നുള്ളതൊക്കെയാണ്. എന്തായാലും മിഥുൻ അയ്യപ്പനാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുകഞ്ഞ് എറണാകുളം CPM-ലെ ഒരു വിഭാഗം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയുടെ ഇടപെടലിലൂടെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന പല നേതാക്കളെയും വെട്ടി എന്നാണ് വിമർശനം. ആരോപണത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മിഥുൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയം അത് തന്നെ വലിയൊരു കീറാമുട്ടിയായിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയം ആയതിനു ശേഷം ആരെയൊക്കെ എന്തിനൊക്കെ വെട്ടി, അത് ആര് വെട്ടി, ഇങ്ങനെയാണ് ചർച്ചകൾ കൊഴുക്കുന്നത്. എന്താണ് ഒരു വിഭാഗത്തിന്റെ അതൃപ്തിക്ക് കാരണം? പറയൂ മിഥുൻ. ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് മിഥുനോട് ചോദിക്കുകയാണ്. M. സ്വരാജ്, അരുൺകുമാർ, P. രാജീവ്, ഈ 3 പേർക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും ഒരു മന്ത്രിയാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി പറയുന്നുമുണ്ട്. പറയും ഇത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഊഹങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൃഷ്ണരാജ് പറഞ്ഞ ആ പേരുകളിലേക്ക് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, സാധാരണ കോൺഗ്രസിലെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളും അല്ലെങ്കിൽ തർക്കങ്ങളും വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ പരസ്യമായിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ ശക്തമായി അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി തന്നെ CPM-നകത്തും വലിയ രീതിയിലുള്ള തർക്കങ്ങളും എല്ലാം തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതൊരു പരസ്യ പ്രതികരണത്തിലേക്ക് ആരും ാത്തത് കൊണ്ട് തന്നെ, ആ കേഡർ സ്വഭാവം കൊണ്ട് തന്നെ അത് പുറത്തറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഉള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് പ്രധാനമായും ആ പേരുകളിലേക്ക് അടക്കുകയാണെങ്കിൽ, മുൻ മേയറായിട്ടുള്ള M. അനിൽകുമാർ, അതുപോലെ തന്നെ തൃക്കാക്കര ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള AG ഉദയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KS അരുൺകുമാർ, വൈപ്പിൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പ്രിജിൻ, ഇവരുടെ പേരുകൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാധ്യത ചർച്ചകളിൽ വലിയ രീതിയിൽ ഉയർന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരാരും തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടാത്തത് പ്രാദേശികമായി നേതൃത്വത്തെ വലിയ രീതിയിൽ, അതാത് ഈ നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും പ്രാദേശിക നേതാക്കൾക്കെയും വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ തൃപ്പൂണിത്തറയിൽ തൃപ്പൂണിത്തറ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് ഈ അനിൽകുമാറിനെ പരിഗണിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് സീറ്റ് ലഭിച്ചു. വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. അതുപോലെ തന്നെ തൃക്കാക്കരയിൽ അവസാനം ഉദയകുമാറിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകയെ പരിഗണിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് CPM-ന് എക്കാലവും മറ്റൊരു ചിഹ്നത്തിന് വോട്ട് നൽകേണ്ട ഒരു ഗതികേടാണ് എക്കാലവും ഉണ്ടാവാറുള്ളത്. അത് വലിയ രീതിയിൽ